ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വൈറലാവാൻ നോക്കി, വൈറലാവാതെ വൈറലാകരുതെന്നായിരുന്നു രേണു സുധിയോട് തന്റെ ആരാധകരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ വൈറലാവാതെ വൈറലായി, ഒടുവിൽ എയറിലുമായി, അതിനുശേഷം ഇപ്പോൾ ജയിലിലും ആകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനോടകം തന്നെ ഒരുപക്ഷെ കൊച്ചി പോലീസ് MVD ഒരുപക്ഷെ രേണു സുധിയോ അല്ലെങ്കിൽ രേണു സുധിയുമായി ബന്ധപ്പെട്ട ദാസേട്ടനോ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിന്റെ നിർമ്മാതാവിനെയും വിളിച്ചിട്ടുണ്ടാവും. സെക്ഷൻ 281 പ്രകാരം ഡേഞ്ചർ ഓർ ഒബ്സ്ട്രക്ഷൻ ഇൻ എ പബ്ലിക് വേ ഓർ ലൈൻ ഓഫ് നാവിഗേഷൻ ഇറ്റ് ഡിഫൈൻസ് ആസ് ഒഫൻസീവ് വേർ someone through their actions negligence cases danger obstruction of injury to individuals in a public place. The punishment for this offense is a fine. തീർച്ചയായും ഈ ഒരു കേസിൽ ഫൈൻ വരാനോ അല്ലെങ്കിൽ തക്കതായ ശിക്ഷ നൽകപ്പെടാനോ ഉള്ള സാധ്യതയുണ്ട്. ഇന്നലെയാണ് ഈ സംഭവം വൈറലായത്. അതായത് രേണു സുധിയും ദാസേട്ടൻ, നമുക്കറിയാം ഇപ്പൊ ഏറ്റവും അധികം തിളങ്ങി നിൽക്കുന്ന ഒരു റൊമാൻറ്റിക് ഹീറോസ് എന്ന് പറയുന്നത് ദാസേട്ടനും രേണു സുധിയുമാണ്. ഇവർക്ക് വേണ്ടി, ഇവരുടെ വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുന്ന വലിയൊരു വിഭാഗം ഓഡിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അത്തരം ഓഡിയൻസിനെ മുൻനിർത്തി ആയിരിക്കാം ഇത്തരം കോപ്രായങ്ങൾ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ, ഇവർ ഇന്നലെ കാണിച്ച കോപ്രായത്തിൽ ഏറ്റവും ഒടുവിൽ ദാസേട്ടൻ തന്നെ, അതായത് ദാസേട്ടൻ കോഴിക്കോട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ ഒഫൻസ് ഒന്നും നടന്നിട്ടില്ല, അത് ഷൂട്ടിംഗ് മാത്രമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അവിടെ ചില പാകപ്പിഴകളുണ്ട്. അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. സോ ആദ്യമായി വീഡിയോ കാണുന്നത് തീർച്ചയായും അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുക. ചങ്കട നമസ്കാരം. ഞാനും രേണു സുധി അഭിനയിച്ച ഒരു ആൽബത്തിന്റെ ഒരു ഭാഗമാണ് ഒരു വീഡിയോ. ആൽബത്തിന്റെ ഒരു പാർട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത്. അനാവശ്യമായിട്ട് റോഡ് ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞാൽ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഞങ്ങളെ കൂടെ അഭിനയിച്ച ബൈക്കിലുള്ള രണ്ടുപേരും ഞങ്ങളോട് അഭിനയിച്ച ആൾക്കാരാണ്. അവർ ഞങ്ങളെ സൈഡിൽ നിന്നിട്ട് സീൻ എടുക്കുമ്പോൾ എന്തുവാണോ ഇതെന്ന് ചോദിക്കുന്ന സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. ഈ മാസം 16-ാം തീയതി രാവിലെ 7 മണിക്ക് മുമ്പ് എറണാകുളത്ത് എടുത്ത ആൽബമാണത്. അതിൽ അഭിനയിച്ച ആൾക്കാർ തന്നെയാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നത്. റോഡ് ബ്ലോക്ക് ആക്കി എന്നൊക്കെ പറഞ്ഞ് വെറുതെയാണ്. രാവിലെ 7 മണിക്ക് മുമ്പ് എടുത്തൊരു സീനാണത്. അതാണ് യഥാർത്ഥത്തിലുള്ളത്. ഈ വീഡിയോ അനാവശ്യമായിട്ട് ഓരോരുത്തർ ഷെയർ ചെയ്തുകൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കി ദാസേട്ടൻ കോഴിക്കോട് രേണു സുധി വെറുതെ പറയാണ്. ഞങ്ങൾ അഭിനയിച്ച ആൽബത്തിലെ സീന് അഭിനയിച്ച രണ്ടുപേരാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് എന്തുവാണ് എന്ന് ചോദിക്കുന്നത്. അത് ആ ആൽബത്തിന് വേണ്ടി എടുത്ത സീനാണ് ചങ്കുകളെ. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതായത് ദാസേട്ടൻ പറയുന്നത് അത് അഭിനയമായിരുന്നു, ഷൂട്ടിംഗ് ആയിരുന്നു. വന്ന് എന്താടോ ഇതെന്ന് രണ്ടുപേര് ചോദിച്ചതാണ് ഏറ്റവും വലിയ വിവാദമായത്. അത് തന്നെയാണ് ഏറ്റവും അധികം ചർച്ചയായത്. കാരണം നടു റോഡിൽ ഇതുപോലെ ആവാസത്തരം കാണിക്കുമ്പോൾ അത് മാർഗ തടസ്സമായി രണ്ട് ബൈക്കുകാർക്ക് മാറി, അതുമൂലം ഒരുപക്ഷെ അപകടം ഉണ്ടായേക്കാം എന്നൊക്കെ ചർച്ചയുണ്ടാവുകയും അവർ പോലും ഇവരെ തെറി പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിലാണ് വീഡിയോ പ്രചരിച്ചത്. എന്നാൽ വന്ന രണ്ടുപേർ തങ്ങളുടെ കൂടെ ഉള്ളവരായിരുന്നു, അത് ഷൂട്ട് ചെയ്തതായിരുന്നു, അവരും നടന്മാരായിരുന്നു എന്നാണ് ദാസേട്ടൻ പറയുന്നത്. എന്നാൽ അവിടെ ഒരു കുഴപ്പമുണ്ടെന്ന് പറയുന്നത്, ഈ 7 മണിക്ക് ഇത്തരം ഒരു ഷൂട്ടിംഗ് നടത്താൻ ഒരു പെർമിഷൻ എടുത്തിരുന്നു. അത് വ്യക്തമാക്കിയിട്ടില്ല ദാസേട്ടൻ. പെർമിഷൻ എടുത്തിട്ടായിരുന്നു ഷൂട്ടിംഗ്. ഇനി ആ രണ്ടുപേർ വന്നവരാണെങ്കിൽ കൂടി അവിടെ മറ്റനേകം ആളുകൾ വേറെയുമുണ്ട്. ഈ വന്ന രണ്ട് പയ്യന്മാര് നിങ്ങളുടെ നടന്മാരായിക്കോട്ടെ, പക്ഷെ മറ്റുള്ള വണ്ടികൾ, ആ പാണ്ടി ലോറിയും ആ ട്രക്കും ആ ബൈക്കുകളും ഒക്കെ, അതൊക്കെ നിങ്ങളുടെ വണ്ടികളാണോ? അതൊക്കെ ആർട്ടിസ്റ്റുകളായിരുന്നു. സോ അത്തരം എത്ര വണ്ടികൾ ആ ഒരു സമയത്ത്, അതായത് ഇത് എത്ര ടേക്ക് എടുത്ത് കാണും. ദാസേട്ടന്റെ രേണു സുധിയുടെ ആ ഒരു വശ്യമായ ആ ഒരു ഡാൻസ് സ്റ്റെപ്പുകൾ എടുക്കാൻ വേണ്ടി കുറച്ച് നിമിഷമുള്ളൂ, എന്നാൽ അത് എടുക്കാൻ വേണ്ടി എത്ര ടേക്കുകൾ എടുത്തിട്ടുണ്ടാവും. നമുക്കറിയാം അവരുടെ ഒരു ഡാൻസിങ് രീതി. പൊതുവെ ദാസേട്ടന്റെ ഒക്കെ ഡാൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ദാസേട്ടന് ഈ ഡാൻസിന് മുമ്പ് പൊതുവെ ദാസേട്ടന്റെ ദേഹത്ത്, അതായത് ഉടുപ്പിനുള്ളിൽ വല്ല പഴുതാരയോ പാറ്റയോ പല്ലിയോ ഉറുമ്പിനെയോ വല്ല ഇടുന്നു എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. സോ അതുപോലെ എന്തെങ്കിലും ഒരു പരിപാടി ഇപ്പോൾ ഈ സുധിക്കും, അതായത് രേണു സുധിക്കും ചെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഇവരുടെ സ്റ്റെപ്പുകൾ കാണുമ്പോൾ അത്തരം എന്തോ ഒരു ട്രിക്ക് നടത്തുന്നുണ്ടോ എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ ആരെയും തെറ്റ് പറയാനൊക്കില്ല. എനിവേ, ഈ ഡാൻസ് നടന്നപ്പോൾ ഈ പോയ വണ്ടികളൊക്കെ ഇവരുടേതല്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ആ ഒരു റോഡ് ഷൂട്ടിങ്ങിന് പെർമിഷൻ എടുക്കാതെ ഇത്തരം ഒരു ഷൂട്ട് ചെയ്യുകയും വാഹന തടസ്സം ഉണ്ടാക്കി എന്നുള്ളത് തീർച്ചയായും വ്യക്തമാണ്. അതല്ല എന്ന് ഇനി ആരൊക്കെ പറഞ്ഞാലും വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ വൈറലാവാൻ ശ്രമിച്ച ദാസേട്ടനും രേണു സുധിക്കും തീർച്ചയായും എയറിലാവുകയും ജയിലിലാവുകയും ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. വലിയ ശിക്ഷയൊന്നും കിട്ടത്തില്ലായിരിക്കാം, ചിലപ്പോൾ ഫൈനായിരിക്കാം. എനിവേ, രേണു സുധിക്ക് ഇതുകൊണ്ട് ചെറിയ രീതിയിലൊരു പണി കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ഇതുകൊണ്ടൊന്നും രേണു സുധിയുടെ ഈ ഒരു അഭിനയ സബരിയ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഓരോ ദിവസങ്ങളും പുതിയ പുതിയ ആൽബങ്ങളും പുതിയ പുതിയ വീഡിയോസും സിനിമകളും, 3 സിനിമകൾ ഓൾറെഡി അഭിനയിച്ചു എന്നാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രങ്ങളാണെന്നാണ് രേണു സുധി തന്നെ അവകാശപ്പെടുന്നത്. എനിവേ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ആ ഒരു ആൽബത്തിലെ ചില ഭാഗങ്ങളിലൂടെ നമുക്കത് കാണാം. അതായത് രേണു സുധിയുടെ അഭിനയം ഒരിക്കലും നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു അഭിനയ മികവ് കൊണ്ട് തന്നെയാവാം ഇത്രയും അവസരങ്ങൾ രേണു സുധിയെ തേടിയെത്തുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.
அங்கம் கரையுதா வெக்கம் தானே போய் உருகுதே மருகுதே உலகமே பார்த்ததாலே தானே போ ഇതിൽ പരം എന്ത് വേണം ഒരുപക്ഷെ രേണുസുധീന്റെ ആരാധകർക്കും അതുപോലെ ചേട്ടന്റെ ആത്മാവിനും അത്രയും വശ്യമായ രീതിയിൽ ഒരുപക്ഷെ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു അഭിനയ മികവ് കാഴ്ചവെക്കാൻ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ രേണുസുധിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും തുടരണം എന്ന് തന്നെയാണ് ആരാധകരുടെയും എന്റെയും ആവശ്യം. എന്നാൽ ഇതുപോലുള്ള അതായത് സാമൂഹിക വിപത്തുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റി അതിനിടയിൽ നടത്താൻ പാടില്ല. ഈ പറഞ്ഞ ഈ കണ്ട സോങ്ങിൽ കാട്ടിലാണ് സംഭവം, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കാട്ടിൽ എന്ത് അപരാധത്തിലോ എന്ത് കോപ്രായങ്ങൾ കാണിച്ചാലും ഒരു വിഷയമില്ല, ആരും നോക്കാൻ പോലും വരുന്നില്ല. അതുകൊണ്ട് അത്തരം പരിപാടികൾ പരമാവധി ഈ പറഞ്ഞ കണക്ക് കാട്ടിലും ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിലും നടത്തുവാണെങ്കിൽ അതിമനോഹരമായിരിക്കും, ആർക്കും ഒരു പരാതി ഉണ്ടാവത്തില്ല. ഇനി ചുരുക്കം പറഞ്ഞാൽ ഇതൊരു പോലീസ് കേസ് ആണെങ്കിലും വലിയ ചർച്ചയായെങ്കിലും ഇതുകൊണ്ടും നേട്ടമുണ്ടാവുന്നത് ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും ഒരുപക്ഷെ രേണുസുധിക്കും തന്നെയാണ്. ഒരുപക്ഷെ ഇത് മില്യൺസ് കാണത്തക്ക രീതിയിൽ അത്രയും ഒരു വൈറൽ ആൽബമായി മാറാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഷൂട്ടിംഗ് തന്നെ ഇത്രയധികം വിവാദത്തിലായി. ആ ഒരു സോങ്ങിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ കൂടെ നമുക്കൊന്ന് കാണാം. അതായത് പാട്ട് നല്ല പാട്ടാണ്, നല്ല മ്യൂസിക്കാണ്, നന്നായിട്ട് പാടിയിട്ടുണ്ട്. 2 ലൈൻ കേൾക്കുമ്പോഴേ നമുക്കത് വ്യക്തമാണ് ഈ പാട്ട് കൊള്ളാം. സോ തീർച്ചയായും ഈ പാട്ട് ഒരു വമ്പൻ ഹിറ്റ് തന്നെ ആവും. അത് ഒരുപക്ഷെ ദാസേട്ടന്റെയും അല്ലെങ്കിൽ രേണുസുധിയുടെ അഭിനയ ജീവിതത്തിലെ വലിയൊരു ഏടായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ അതിലെ അഭിനയ മുഹൂർത്തങ്ങൾ എങ്ങനെ ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എനിവേ ആൽബം ഇറങ്ങിയാൽ മാത്രമേ അത് നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. എന്നാൽ നിലവിൽ ഇതുവരെയുള്ള രേണുസുധിന്റെ ഒരു അഭിനയ പാഠം അല്ലെങ്കിൽ ദാസേട്ടനെ അറിയാൻ വയ്യാത്തവർക്ക് വേണമെങ്കിൽ ദാസേട്ടന്റെ ഒരു വീഡിയോ വേണമെങ്കിൽ അതിടാം. അതാണ് കണ്ടില്ലേ, ദാസേട്ടനും അഭിനയത്തിന്റെ കാര്യത്തിലും ഡാൻസിന്റെ കാര്യത്തിലും ഒട്ടുമേ പുറകിലില്ല. സോ ആ രേണുസുധിയും ദാസേട്ടനും കൂടെ ഒത്തുചേരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കരിസ്മ അത് തന്നെയാണ് ഇവിടെ വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനിടെ ഇതുപോലൊരു അബദ്ധം കാണിച്ചത് തീർച്ചയായും തിരിച്ചടിയാവുകയാണ്. ഇനി ഒരു പക്ഷേ ജയിലിൽ വെച്ചായിരിക്കാം നമ്മൾ രേണുസുധീനെയും ദാസേട്ടനെയും കാണാൻ പോകുന്നത്. അവിടെ വെച്ച് ഇവർ റീൽസ് ഷൂട്ട് ചെയ്യുമോ, അവിടെ വെച്ച് ഒരു കരിസ്മ വർക്കൗട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുമോ, കാത്തിരുന്ന് കാണാം. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഒരു പക്ഷേ അതിന്റെയൊക്കെ പിന്നിൽ സുധിച്ചേട്ടന്റെ ആത്മാവ് ചെയ്യിപ്പിക്കുന്നതാണ് എന്നുള്ളൊരു വെളിപ്പെടുത്തലുമായി ഒരുപക്ഷെ രേണുസുധി വീണ്ടും എത്തിയേക്കാം. ഇനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായി ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.